بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا أما بعد ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 24-ാമത്തെ അധ്യായത്തിലാണ് ഉള്ളത്. ഹിസ്ബുൽ മുഅ്ജിസാത്ത് 24-ാമത്തെ അധ്യായം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമാനുഷിക അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. اللهم صل وسلم وبارك على حبيبك الأعظم وعلى آله ما دام الملوان الذي من حسنه المعنوي أنه أكثر الرسل معجزة عي عنها السحرة والكهان اللهم صل وسلم وبارك على حبيبك الأعظم. അല്ലാഹുവേ, നിന്റെ പരമോന്നത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ നിന്റെ പ്രകീർത്തനവും എല്ലാ ന്യൂനതകളിൽ നിന്നുള്ള സുരക്ഷയും അഭിവൃദ്ധിയും പുരോഗതിയും നൽകണേ. അതുപോലെ അവിടുത്തോട് ബന്ധമുള്ളവർക്കും മാദാമൽ മലവാൻ എക്കാലവും അല്ലദീ മിൻ ഹുസ്നിഹിൽ മഅനവി, ആ ഹബീബുൽ ആലമിൻ്റെ ആന്തരികമായ ഭംഗിയിൽപ്പെട്ടതാണ് അന്നഹു അക്സറുർ റുസുലി മുഅ്ജിസതൻ അയ്യ അൻഹ സഹറത്തു വൽ കുഹാൻ. അന്നഹു അക്സറുർ റുസുലി മുഅ്ജിസതൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ വെച്ച് അള്ളാഹു നിയോഗിച്ച അംബിയ മുർസലീങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അമാനുഷിക അത്ഭുതങ്ങൾ നൽകപ്പെട്ട അല്ലെങ്കിൽ പ്രകടമായ പ്രവാചകരാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്താ കാരണം? ആദം നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം തുടങ്ങിയ മൂസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും കാണിച്ച അത്ഭുതങ്ങൾ, മുഅ്ജിസാത്തുകൾ, പ്രവാചകന്മാരിൽ നിന്ന് പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾ, അമാനുഷിക അത്ഭുതങ്ങൾക്കാണല്ലോ മുഅ്ജിസത്ത് എന്ന് പറയുക. അത് വലിയിൽ നിന്ന് ഒരു പ്രവാചകനെ വിശ്വസിച്ചുകൊണ്ട് ഒരു പ്രവാചകനോട് അനുകരിക്കുന്ന ഒരു വലിയിൽ നിന്ന് പ്രകടമാകുമ്പോൾ അതിന് കറാമത്ത് എന്നാണ് പറയുക. എല്ലാ വലിയിൻ്റെയും കറാമത്ത് ആ വലിയ ഏതൊരു പ്രവാചകനെ അനുകരിക്കുന്നുവോ ആ പ്രവാചകൻ്റെ മുഅ്ജിസത്താണ്. പക്ഷെ അത് വലിയിലൂടെ പ്രകടമാകുമ്പോൾ അതിന് കറാമത്ത് എന്ന് പറയുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരെക്കാളും അംബിയാ മുർസലീങ്ങളെക്കാളും മുഅ്ജിസത്ത് പ്രകടമായ, അല്ലാഹു തആല മുഅ്ജിസത്ത് നൽകിയ നബിയാണ്, റസൂലാണ് നമ്മുടെ ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്താ കാരണം? അതിന് കാരണം പലതാണ്. ആദം നബി അലൈഹിസ്സലാം സുനിശ്ചിതമായ ഏതാനും
ആളുകളിലേക്ക്, സ്വന്തം മക്കളിലേക്ക്, അതുപോലെ കഴിഞ്ഞു പോയ ഓരോ നബിയും ഓരോ റസൂലും സുനിശ്ചിതരായ ഏതാനും ആളുകളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതൊരു ജനതയിലേക്ക് അയക്കപ്പെടുന്നോ ആ പ്രബോധിതർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതും അവർക്ക് ഒരിക്കലും സാധിക്കാത്തതുമായ അവരുടെ കഴിവിലും അറിവിലും പെടാത്ത ഒരു അമാനുഷികത പ്രകടമാക്കിയാൽ മാത്രം മതിയാകും അവരുടെ പ്രവാചകനായി അവർക്കെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രവാചകനായി വരാൻ. അതേ സമയത്ത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹി ഇസ്ലാം ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ആദം നബി അലൈഹി ഇസ്ലാം അടക്കം കഴിഞ്ഞു പോയ മുഴുവൻ അംബിയ മുർസലീങ്ങളുടെയും നബിയും റസൂലുമാണ്. മുഴുവൻ മലക്കുകളുടെയും നബിയും റസൂലുമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആരെല്ലാം ഉണ്ടോ, ഏതെല്ലാം കഴിവ് അള്ളാഹു തആല നൽകിയ ഏതെല്ലാം ആളുകളുണ്ടോ, ഏതെല്ലാം സൃഷ്ടികളുണ്ടോ, ആ എല്ലാ സൃഷ്ടികളിലേക്കും ലോകാന്ത്യം വരെ വരാനിരിക്കുന്ന എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട പ്രവാചകരാണ്, റസൂലാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ലോകാന്ത്യം വരെ വരാനിരിക്കുന്ന മുഴുവൻ ശാസ്ത്രജ്ഞരിലേക്കുമുള്ള റസൂലാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്ത അവിടുത്തെ ഉമ്മത്ത്, ആ ഉമ്മത്തിന് ശാസ്ത്രീയമായിട്ട് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ശാസ്ത്രശാഖകൾ പലതും ഉടലെടുത്തു. അങ്ങനെ ഇന്ന് ശാസ്ത്രം വളരെ പുരോഗമിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. ഇപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് പറഞ്ഞു വെച്ച ഉപദേശങ്ങൾ, മനുഷ്യരോട് പറഞ്ഞു വെച്ച അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ ശാസ്ത്രം പുരോഗമിക്കലോടുകൂടെ ആ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ മാറ്റേണ്ട വിഷയം വരുന്നില്ല. എന്തുകൊണ്ടാണത്? ഏത് ശാസ്ത്രം വന്നാലും, ഏത് ശാസ്ത്രജ്ഞൻ വന്നാലും, ഏത് പണ്ഡിതൻ വന്നാലും ആ പണ്ഡിതനെല്ലാം പഠിക്കാൻ ആവശ്യമായ, പഠനം നടത്താൻ ആവശ്യമായ സബ്ജക്റ്റുകൾ, കണ്ടന്റുകൾ, വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞാലും ആര് പഠിച്ചാലും ആ പഠനങ്ങളൊന്നും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രസ്താവനയുടെ വൈപുല്യത്തിനെ മറികടക്കുന്നത് അല്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷണത്തിൻ്റെ ഉൾസാരങ്ങളെ ഉൾക്കൊള്ളാൻ, മുഴുവനായി പുറത്തു കൊണ്ടുവരാൻ ഒരാൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അത്രയും വലിയ അർത്ഥവൈപുല്യമുള്ള സാരഗർഭമായ വാക്കുകളാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാന്ത്യം വരെ വരാനിരിക്കുന്ന എല്ലാവരിലേക്കുള്ള പ്രവാചകനാണ്. അത്ര വലിയ അർത്ഥമുള്ള വാക്കുകൾ പറയാൻ സാധിക്കുക എന്നത് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്, ആ പ്രസ്താവന തന്നെ, റസൂലുള്ളാഹിയുടെ ഭാഷണം തന്നെ മുഅ്ജിസത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിൽ പ്രവാചകരായി വരുന്ന സമയത്ത് ജനങ്ങൾ ഭൗതികമായി, ബുദ്ധിപരമായി, ദൈക്ഷണികമായി ജനങ്ങൾ പുരോഗമിച്ച ഒരു സാഹചര്യമാണ്. അന്ന് ജനങ്ങളുടെ മത്സരം സാഹിത്യത്തിലാണ്. ജനങ്ങളുടെ മത്സരം കവിതയിലും പ്രസംഗത്തിലും എഴുത്തിലും, അങ്ങനെ ഗദ്യപദ്യങ്ങളായി വലിയ അർത്ഥ വ്യാപ്തിയുള്ള സാഹിത്യ വാക്കുകൾ, സൃഷ്ടികൾ ജനങ്ങളെ മുന്നിൽ പ്രകടമാക്കി അത്ഭുതപ്പെടുത്തുന്ന, മത്സരിക്കുന്ന
സാഹചര്യത്തിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരായി വരുന്നത്. അങ്ങനെ അവരെല്ലാവരെയും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുകുത്തിച്ചു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം അവരാരും മനസ്സിലാക്കാത്ത അത്രയും വലിയ ആശയമുള്ള, അവരെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ആശയമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വാക്കുകളിലും പ്രസംഗങ്ങളിലും പ്രസ്താവനകളിലും ഉണ്ടായിരുന്നത്. അതിൻ്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം നൽകപ്പെട്ട ഒരു അമാനുഷിക കഴിവാണ് അവിടുത്തെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം, അള്ളാഹു നൽകിയ ആ ശാശ്വതമായ ദിവ്യവേദമായ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഅ്ജിസത്ത് ഒരു മലക്കിനും കൊണ്ടുവരാൻ സാധിക്കാത്ത അത്രയും വലിയ മുഅ്ജിസത്ത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട മുഅ്ജിസാത്തുകൾ പ്രകടമാക്കാൻ കഴിയൂല. അത് വൈജ്ഞാനികമായ മുഅ്ജിസത്താണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ആ വൈജ്ഞാനികമായ മുഅ്ജിസത്ത് ഒരു മലക്കിനും അള്ളാഹുമായി ഏറ്റവും ബന്ധമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞ് അമ്പിയാക്കന്മാർ കഴിഞ്ഞിട്ട് അള്ളാഹുമായി ഏറ്റവും ബന്ധമുള്ള ഏതെല്ലാം മുഖറബീങ്ങളായ മലക്കുകളുണ്ടോ ആ മലക്കുകൾക്കൊന്നും അറിവില്ലാത്ത അറിവ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടമാക്കി അവരെല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീഴിലുള്ള ഉമ്മത്തായി ജനതയായി അള്ളാഹു തആല മാറ്റിക്കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാന്ത്യം വരെ വരാനിരിക്കുന്ന സർവ്വ സൃഷ്ടികളിലേക്കുമുള്ള പ്രവാചകരായതുകൊണ്ട് ഒരു പ്രവാചകനും ഇല്ലാത്ത അത്രയും കൂടുതലുള്ള അത്രയും അത്ഭുതപ്പെടുത്തുന്ന മുഅ്ജിസാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ട് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭംഗി തന്നെയാണ്, ഒരു ആന്തരികമായ ഭംഗിയാണ്. അക്സറുർ റുസുലി മുഅ്ജിസത്തൻ അയ്യന്ന സഹറത്തു. ആ മുഅ്ജിസാത്തുകൾ കൊണ്ടുവരാൻ എല്ലാ സാഹിര്യങ്ങളും അശക്തരായി. സാഹിര്യങ്ങൾ, കൂടോത്രം ചെയ്യുന്നവർ, സിഹർ ചെയ്യുന്നവർ, മാരകപ്പണി ചെയ്യുന്ന ആളുകൾ, അത് കുഹാൻ ജ്യോത്സ്യന്മാരും സാഹിര്യങ്ങളുമാണ് ജനങ്ങൾക്കിടയിൽ അത്ഭുതം കാണിക്കുന്ന ആളുകൾ. അവർക്ക് ആർക്കും കൊണ്ടുവരാൻ സാധിക്കാത്ത മുഅ്ജിസത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നത്. അക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരായി മക്കയിൽ വരുമ്പോൾ മക്കയിലും മദീനയിലുമൊക്കെ ധാരാളം ജ്യോത്സ്യന്മാർ ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന പ്രാസമൊത്ത ഗദ്യപദ്യങ്ങൾ ജനങ്ങൾക്ക് കേൾപ്പിച്ച് ജനങ്ങളെ ആകർഷിപ്പിക്കുമായിരുന്നു. സാധാരണക്കാർക്ക് സംസാരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രാസമൊത്ത ഗദ്യപദ്യങ്ങൾ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാഹിത്യം വന്നപ്പോൾ അവരുടെ സാഹിത്യമൊന്നും ഒന്നുമല്ലാതെയായി. അതാണ് പറഞ്ഞത്, സാഹിര്യങ്ങളും ജ്യോത്സ്യന്മാരും എല്ലാം അശക്തരാകുന്ന വിധത്തിലുള്ള മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു. അത് സംസാരത്തിലുള്ള മുഅ്ജിസത്ത് മാത്രമല്ല, എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകടമാക്കിയ അത്ഭുതങ്ങൾ, എല്ലാ അത്ഭുതങ്ങളിലും ഒരൊറ്റ സാഹിറിനും ജ്യോത്സ്യനും അത് കൊണ്ടുവരാൻ സാധിക്കാത്തതാണ്. വഹിയ ഖാദിഖുൻ മുവാഫിഖുൻ ലിദഅവൻ നുബുവത്തി യതഹദ്ദാ അഹ്ലൽ ബുതുലാൻ. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതാ. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വഹിയ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാങ്കേതിക അർത്ഥം ഖാദിഖുൻ മുവാഫിഖുൻ ലിദഅവൻ നുബുവത്തി യതഹദ്ദാ അഹ്ലൽ ബുതുലാൻ. ഖാരിഖുൻ മുവാഫിഖുൻ ലിദഅവൻ നുബുവ, പ്രവാചകത്വവാദത്തോട് അനുസൃതമായി ഉണ്ടാകുന്ന ഒരു അമാനുഷിക അത്ഭുതം.
അസാധാരണ അത്ഭുതം. പ്രവാചകത്വവാദം, ഒരാൾ പ്രവാചകനാണെന്ന് സത്യമായി വാദിച്ചു വരുന്നു. ആ വാദത്തോട് യോജിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ഒരു അത്ഭുത സിദ്ധിയാണ്, അമാനുഷികാത്ഭുതമാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അതെന്തിനാ സംഭവിക്കുന്നത്? യതഹദ്ദ അഹ്ലൽ ബുതുലാൻ, അസത്യത്തിൻ്റെ വാക്താക്കളോട് വെല്ലുവിളിക്കുന്നു. ആ രൂപത്തിൽ അസത്യത്തിൻ്റെ വാക്താക്കളോട് വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ഇതുപോലത്തെ ഒന്ന് കൊണ്ടുവരൂ. നിങ്ങൾക്കാർക്കെങ്കിലും ഞാൻ പ്രവാചകനല്ല എന്ന് വാദമുണ്ടെങ്കിൽ ഞാൻ ഈ കൊണ്ടുവന്ന മുഅ്ജിസത്തിനെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയുമോ, നിങ്ങൾക്ക് ഗണ്ണിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഒരു പ്രവാചകൻ ഒരു മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാവും. നേരെ മറിച്ച് അങ്ങനെ ഈ പറഞ്ഞ ഇതാണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ, ഈ മുഅ്ജിസത്ത് ഈ രീതിയിലല്ല മറ്റുള്ള അത്ഭുതങ്ങളൊന്നും. അത്ഭുതങ്ങൾ നബിമാരും മുർസലീങ്ങളും അല്ലാത്തവരും സാധാരണക്കാരും തമ്മാടികളൊക്കെ ചിലപ്പോൾ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും. പിശാചിൻ്റെ സേവയുള്ള ആളുകൾ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും. സിഹ്ർ ചെയ്ത് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും. അതുപോലെ ജ്യോത്സ്യന്മാർ ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ കാണിക്കും. അതുപോലെ മാജിക് പഠിച്ച ആളുകൾ അവരൊക്കെ അത്ഭുതങ്ങൾ കാണിക്കും. ആ അത്ഭുതങ്ങൾ ഈ പ്രവാചകന്മാരിൽ നിന്ന് പ്രകടമാകുന്ന അത്ഭുതങ്ങളും അതുപോലെ തന്നെയാണ് കറാമത്ത്. അത് രണ്ടും എന്താ വ്യത്യാസം? കറാമത്തും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം, മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുമ്പോൾ എപ്പോഴും ആ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുന്ന വ്യക്തി ഞാൻ പ്രവാചകനാണെന്ന് വാദിക്കുകയും മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഓരോ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുമ്പോഴും വ്യക്തമായ ഭാഷയിൽ വെല്ലുവിളി പറയുന്നില്ലെങ്കിലും പക്ഷേ അവിടെയൊക്കെ വാസ്തവത്തിൽ ഒരു വെല്ലുവിളി നിലനിൽക്കുന്നുണ്ട്. ഞാൻ പ്രവാചകൻ തന്നെയാണ്, ഇതാർക്കും നിഷേധിക്കാൻ കഴിയില്ല, ഞാൻ പ്രകടിപ്പിക്കുന്ന ഈ അത്ഭുതം ഒരാൾക്കും ഗണ്ണിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു വെല്ലുവിളി എപ്പോഴും പ്രവാചകന്മാർ പ്രകടമാക്കുന്ന മുഅ്ജിസത്തുകളുടെ കൂടെയുണ്ട്. കറാമത്ത് ഞാൻ പറഞ്ഞല്ലോ, അതാത് ഔലിയാക്കളുടെ അവർ അനുഗമിക്കുന്ന പ്രവാചകന്മാർക്ക് മുഅ്ജിസത്താണ് ഓരോ വലിയിൻ്റെയും കറാമത്ത്. അപ്പോൾ ആ ഔലിയാ അവർ ഞാൻ വലിയാണെന്ന് വാദിച്ചു കൊണ്ടല്ല, കറാമത്ത് പ്രകടമാക്കുന്ന വലിയനിക്ക് ഞാൻ വലിയാണെന്ന് വാദിച്ച് ആ വാദത്തിന് ഒരു വെല്ലുവിളിയായിട്ടല്ല കറാമത്ത് പ്രകടമാക്കുന്നത്. ചിലപ്പോൾ ഔലിയാക്കന്മാർ അങ്ങനെ വാദിക്കുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ അവരുടെ കറാമത്തുകളിൽ അത് നിർബന്ധമല്ല. പ്രവാചകന്മാരുടെ കറാമത്തുകളിൽ, അത് മുഅ്ജിസാത്തുകളിൽ ആ വെല്ലുവിളി നിർബന്ധമാണ്. വെല്ലുവിളി എന്തായാലും ഉണ്ടാവും. ഇതാണ് കറാമത്തും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം. കറാമത്ത് പ്രവാചകന്മാർക്ക്, മുഅ്ജിസത്ത് അവരുടെ ഇഷ്ടപ്രകാരവും പ്രകടമാവും. അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് പ്രകടമാക്കണമെങ്കിൽ പ്രകടമാക്കാൻ കഴിയും. അല്ലാതെ അവർ അറിയാതെ അല്ലാഹു തആല അവരിലൂടെ അങ്ങനെയും പ്രകടമാക്കും. എന്നതുപോലെ തന്നെയാണ് കറാമത്തിൻ്റെയും അവസ്ഥ. ഇമാം ശിഹാബുദ്ദീൻ റംലി റഹിമഹുല്ലയോട് ഒരാൾ ചോദിച്ചു, കറാമത്ത് ഔലിയാക്കന്മാർ വിചാരിക്കാതെ പ്രകടമാക്കുന്നത് മാത്രമാണോ, അതോ അവർ വിചാരിക്കുമ്പോൾ പ്രകടമാക്കാനും കഴിയുമോ? അതുപോലെ അവരെ മരണശേഷവും പ്രകടമാകുമോ? അപ്പോൾ ഇമാം അഹ്മദുർ റംലി, ശിഹാബുദ്ദീൻ അഹ്മദുർ റംലി റഹിമഹുല്ല അവരുടെ ഫതാവയിൽ മറുപടി നൽകി, അതേ കറാമത്തുകൾ ഔലിയാന് അവരുടെ ഇഖ്തിയാർ പ്രകാരം ഇഷ്ടപ്രകാരം പ്രകടമാക്കാനും കഴിയും. അല്ലാതെയും അല്ലാഹു തആല ആവശ്യാനുസാരം അവരിലൂടെ പ്രകടമാക്കുകയും ചെയ്യും. മരണശേഷം ലാ തങ്കത്തു കറാമത്തുൽ ഔലിയായി ബി മൗത്തിഹിം, ഔലിയായ മരിക്കൽ കൊണ്ട് അവരുടെ കറാമത്തൊരിക്കലും മുറിഞ്ഞു പോവുകയില്ല.
മരണശേഷവും ആ കറാമത്ത് അനുസ്യൂതം തുടരുമെന്ന് ശിഹാബുദ്ദീൻ റംലി റഹിമഹുല്ല പറഞ്ഞതായി കാണും. അപ്പോൾ ഈ മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറയുന്ന സംഭവവും പിന്നെ മാജിക്ക്, അതുപോലെ സിഹർ, ജ്യോത്സ്യം, ഈ അത്ഭുതങ്ങൾ തമ്മിലെന്താ വ്യത്യാസം? അതാ പറയുന്നത് വൽ കഹാനത്തു, ജ്യോത്സ്യന്റെ കൃത്യം, സിഹറും മാരണവും, ആഭിചാരം, കൂടോത്രം എന്നൊക്കെ പറയുന്ന ആ സംഭവം കശഅവദത്തി, മാജിക് പോലെ തന്നെ ഈ മൂന്ന് കാര്യവും മാജിക്, കൂടോത്രം, ജ്യോത്സ്യം, ഈ മൂന്ന് അത്ഭുത പ്രകടനങ്ങളും യുആറളാൻ, അവ ഗണ്ണിക്കപ്പെടാൻ പറ്റും. അവ പ്രകടമാക്കുന്ന വ്യക്തിക്ക് തന്നെ അറിയാം ഞാൻ ചെയ്യുന്നത് ചില കാര്യകാരണങ്ങൾ സഹിതമാണ് ഞാൻ ചെയ്യുന്നത്. ആ കാര്യകാരണങ്ങൾ ഗണ്ണിക്കപ്പെടാൻ പറ്റുന്നതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതാണല്ലോ മൂസാ നബി അലൈഹി സ്വലാമും ആ കാലഘട്ടത്തിലുള്ള, അന്ന് വലിയ സാഹിര്യങ്ങളുടെ കാലഘട്ടമാണ് മൂസാ നബിയുടെ കാലഘട്ടം. സിഹറിൽ, കൂടോത്രത്തിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാം ആ സമുദായത്തിനെ സമുദ്ധരിച്ചുകൊണ്ട് പ്രവാചകരായി ചെല്ലുന്നത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അവരെ വെല്ലുവിളിച്ചു, ഞാൻ യഥാർത്ഥ പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അവർ പറഞ്ഞു, എന്നാൽ നമുക്ക് ഒരു ദിവസം, വിശുദ്ധ ഖുർആൻ വിശദമായി പറഞ്ഞ സംഭവമാണ്, ഞാനത് ചുരുക്കി പറയുകയാണ്. നമുക്ക് ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഒരു ദിവസം വലിയ ഒരു ദിവസം തീരുമാനിച്ച് നമുക്കൊരു സംവാദമുണ്ടാക്കാം. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമും അവരും ഒരുമിച്ച് കൂടി ആ സാഹിര്യങ്ങൾ, ഏറ്റവും വലിയ സാഹിര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി ഫിർഔനിൻ്റെ കീഴിലായി അവർ കുറേ കയറുകൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടി. ആ കയറുകൾ അങ്ങനെ പാമ്പാക്കി. ആ കയറുകളെ മുന്നിലിട്ട് ജനങ്ങളുടെ കങ്കട്ട് എന്നാണ് അതിന് പറയുക. അത് പാമ്പാക്കി കാണിക്കപ്പെട്ടു. അല്ലാഹു തആല അതിനെ പറ്റി പറഞ്ഞു, ഫൈദാ ഹിബാലുഹും വയസുയ്യുഹും യുഖയ്യലു ഇലൈഹി അന്നഹ തസ്അ. അവർ ഇട്ട കയറുകളും വടികളുമൊക്കെ മൂസാ നബി അലൈഹി സ്വലാമിനും ജനങ്ങൾക്കൊക്കെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ഇഴഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന പാമ്പുകളായിട്ട് അവർക്ക് തോന്നി, വലിയ സർപ്പമായി തോന്നി. അപ്പം ആ സർപ്പം അത് സിഹറായിരുന്നു. ആ സിഹർ അതിനെ മൂസാ നബി അലൈഹി സ്വലാം അതിനെ നിഷ്ഫലമാക്കി, അത് ഗണ്ണിച്ചു. എങ്ങനെ? മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി, അല്ലാഹു തആല മുഅ്ജിസത്തായി നൽകിയ വടിയാണ്. മൂസാ നബിൻ്റെ ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്താണ് ആ വടി. ആ വടി മൂസാ നബിയോട് അല്ലാഹു തആല അവിടെ നിലത്ത് ഇടാൻ വേണ്ടി പറഞ്ഞു. ആ വടി നിലത്തിടലോടുകൂടെ അതുപോലെ ഈ ഒരു സർപ്പമായി മാറി. ആ സർപ്പം ഇവരുടെ കയറും കയ്യിലുണ്ടായിരുന്ന വടിയൊക്കെ സർപ്പങ്ങളാക്കി മാറ്റിയ ആ സർപ്പങ്ങളൊക്കെ എടുത്ത് വിഴുങ്ങി. അപ്പം അവർക്ക് മനസ്സിലായി, ഒരിക്കലും ഇത് സിഹിർ കൊണ്ട് സാധിക്കുന്ന സംഗതിയല്ല. ആ സിഹിർ പഠിച്ചവർക്ക് ബോധ്യപ്പെടും. ഒരിക്കലും സിഹിർ കൊണ്ട് ഒരു സിഹിറിനെ മറ്റൊരു സിഹിറിനെ അത് അപ്രത്യക്ഷമാക്കാൻ, നിർവീര്യമാക്കാൻ ഒരു സിഹിർ കൊണ്ട് കഴിയൂല. അവരിട്ട ആ വടികളും ആ കയറുകളൊക്കെ വിഴുങ്ങുകയാണല്ലോ ഇത്തരത്തിലുള്ള ആ വടി പാമ്പായ സംഗതി ചെയ്തത്. അപ്പോൾ അത് മുഅ്ജിസത്ത് തന്നെയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതാണ് സിഹിർ, അതിനെ ഗണ്ണിക്കപ്പെടാൻ പറ്റും, നിർവീര്യമാക്കാൻ പറ്റും. അതേസമയത്ത് മുഅ്ജിസത്തിനെ ഒരിക്കലും ഗണ്ണിക്കപ്പെടാൻ
നിർവീര്യമാക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ പറ്റുകയില്ല. മാജിക്കും അങ്ങനെ തന്നെ. മാജിക് കാണിക്കുന്ന ആളുകൾ പിന്നെ ഇല്ലായ്മയിൽ നിന്ന്, ഒരു കാലി കപ്പിൽ നിന്ന്, ഒരു കാലി ഗ്ലാസ്സിൽ നിന്ന് ഒരു പക്ഷേ വലിയ നോട്ടുമാലങ്ങനെ പുറത്തെടുത്ത് കാണിക്കും. എന്തിനാണ് അവർ ആ മാജിക് കാണിക്കുന്നത്? കാണികൾ, ആ മാജിക് കണ്ടിരിക്കുന്ന ആളുകൾ ഈ മാജിക് കഴിഞ്ഞ ശേഷം അവർക്ക് നോട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പ്രകടമാക്കിയ നോട്ടുമാല അതിന് ആയുസില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ അപ്രത്യക്ഷമാവും. അങ്ങനെയാണ് സിഹിറിൻ്റെ മാജിക്കിൻ്റെ കാര്യം. എന്നാൽ മുഅ്ജിസത്ത് അങ്ങനെയല്ല. മുഅ്ജിസത്ത് കൊണ്ട് ആർക്കെങ്കിലും നോട്ട് കൊടുത്താൽ സാധാരണ നോട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ നോട്ടിൻ്റെ വാല്യൂ, ആ നോട്ടിൻ്റെ ആയുസ് ആ മുഅ്ജിസത്ത് പ്രകടമാക്കിയ നോട്ടിനുണ്ടാവും. സിഹിർ കൊണ്ട് ഒരു പൂച്ചനെ പ്രകടമാക്കിയാൽ ആ പൂച്ചനെ കട്ട് ചെയ്താൽ, അറുത്താൽ ആ പൂച്ചക്ക് രക്തം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മുഅ്ജിസത്ത് കൊണ്ട് ഒരു പൂച്ചനെ സൃഷ്ടിച്ചാൽ സാധാരണ പൂച്ചക്കുണ്ടാവുന്ന ശബ്ദവും നിയമങ്ങളെല്ലാം ആ പൂച്ചക്ക് ബാധകമായിരിക്കും. ആ പൂച്ചക്ക് രക്തം ഉണ്ടാവും, ആ പൂച്ചക്ക് വേദന ഉണ്ടാവും. അങ്ങനെ ഒരു പാറയുടെ ഉള്ളിൽ നിന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാമിനിക്ക് മുഅ്ജിസത്തായി ഒരു പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു പെണ്ണൊട്ടകം, 10 മാസം ഗർഭം ചുമന്ന ഒരു പെണ്ണൊട്ടകത്തെ പാറയുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുവന്നില്. അവിടെ സ്ത്രീ പുരുഷ ബീജങ്ങൾ അവിടെ സങ്കലനമുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു നിയമവും, ശാസ്ത്രീയ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഒരു നിയമവും ഇല്ലാതെയാണ് ഉണങ്ങിയ പാറയിൽ നിന്ന് അല്ലാഹു തആല മുഅ്ജിസത്തായി സ്വാലിഹ് നബി അലൈഹി സ്വലാമിനിക്ക് മുഅ്ജിസത്തായി നല്ല ഒരു 10 മാസം ഗർഭം തികഞ്ഞ ഒരു പെൺ ഒട്ടകത്തെ പ്രകടമാക്കിയത്. ആ പെണ്ണൊട്ടകം സാധാരണ പെണ്ണൊട്ടകം പ്രസവിക്കാറുള്ളത് പോലെ പാറയുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തു വന്ന് അത് പ്രസവിച്ചു. അപ്പം ഇത് സാധാരണ ഒട്ടകമാണ് എന്നർത്ഥം. ഇത് കുറച്ച് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ മാത്രം കാഴ്ചക്ക് ഇങ്ങനെ കങ്കട്ടായി കാണിക്കാൻ മാത്രം നിലനിൽക്കുന്ന ഒരു സാധനമല്ല, മറിച്ച് ഇത് സാധാരണ ഒട്ടകങ്ങൾക്കുള്ള നിയമങ്ങളൊക്കെ ഇതിന് ബാധകമാണ്. ആ ഒട്ടകം പ്രസവിച്ചു. ആ ഒട്ടകവും അതിൻ്റെ കുട്ടിയും അവരുടെ നിലനിന്നു. ഇങ്ങനെയാണ് മുഅ്ജിസത്തിൻ്റെ അവസ്ഥ ഉണ്ടാവുക. മാജിക് ഇങ്ങനെയല്ല, സിഹിർ ഇങ്ങനെയല്ല, ജ്യോത്സ്യവും ഇങ്ങനെയില്ല, ഇങ്ങനെ ആകില്ല. അതൊക്കെ ഗണ്ണിക്കപ്പെടാനും നിർവീര്യമാക്കാനും ഇല്ലായ്മ ചെയ്യാനും പറ്റും. ഫഹുമ മാത്രമല്ല, ഒരു വ്യത്യാസം കൂടെയുണ്ട്. ഫഹുമ മിൻ നഫ്സിൻ ശരീറത്തിൻ, ജ്യോത്സ്യവും ഗൂഢോത്രവും മിൻ നഫ്സിൻ ശരീറ, അത് ദുഷിച്ച മനസ്സിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. സിഹിർ ചെയ്യുന്ന വ്യക്തി ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാണ്. ഇത്തഖു സബ്അൽ മൂബിഖാത്ത്, ഏറ്റവും വലിയ 7 പാപങ്ങളുണ്ട്. ആ 7 പാപങ്ങളെ നിങ്ങൾ കാക്കണേ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പ്രബലമായ ഹദീസുണ്ട്. ഏറ്റവും വലിയ 7 പാപങ്ങൾ. മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ മറ്റു അമലുകളൊക്കെ പൊളിച്ചു കളയുന്ന, ഈമാനെ വരെ നശിപ്പിക്കുന്ന, സൂൽ ഖാത്തിമയിൽ ചത്തുപോവാൻ കാരണമാകുന്ന അത്രയും വലിയ 7 പാപങ്ങളുണ്ട്. ആ പാപങ്ങളെ നിങ്ങൾ കാക്കുക എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ പാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട പാപമാണ് സിഹിർ. സിഹിർ അത്രയും മോശപ്പെട്ട തെറ്റാണ്. എത്ര ആളുകൾ, മുസ്ലിം നാമധാരികൾ ഇന്നത്തെ കാലത്ത് സിഹിർ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ ദ്രോഹിക്കുന്നുണ്ട്. അത് ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്ന, ഈമാൻ തെറ്റിപ്പോകുന്ന, അല്ലാഹുവിൻ്റെ കോപത്തിന് വിധേയമാകുന്ന തെറ്റാണ്.
ഫഹുമാ മിൻ നഫ്സിൻ ശരീറത്തിൻ, സിഹറും ജ്യോത്സ്യപ്പണിയും രണ്ടും ചീത്ത മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. മുഅ്ജിസത്തും കറാമത്തും അങ്ങനെ ചീത്ത മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ല. രണ്ടും അങ്ങനെയും വ്യത്യാസമുണ്ട്. മൂന്നാമത്തെ വ്യത്യാസം അലാ അസ്ബാബിൻ മഅലൂമത്തിൻ മബ്നിയ. സിഹറും ജ്യോത്സ്യവും രണ്ടും അറിയപ്പെട്ട ചില കാര്യകാരണങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അറിയപ്പെട്ട ചില കാര്യകാരണങ്ങളെ മേൽ എടുക്കപ്പെട്ടതാണ്. സാഹചര്യങ്ങൾക്കറിയാം എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്, അതിനുള്ള കാര്യകാരണങ്ങൾ അവർക്കറിയാം. ജ്യോത്സ്യന്മാർക്കും അറിയാം, മാജിക്കുകാർക്കും അറിയാം എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. എന്നാൽ കറാമത്തും മുഅ്ജിസത്തും അങ്ങനെയല്ല. കറാമത്തും മുഅ്ജിസത്തും വലിയും നബിയും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിക്കുന്നേ ഉള്ളൂ. എങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് അറിയൂല. അത് അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അവരിലൂടെ പ്രകടമാകാണ്. സർവശക്തനായ അള്ളാഹു തആല അവൻ്റെ ഖുദ്റത്ത് ഈ വലിയ ഈ നബിയ് വിചാരിക്കുന്ന സമയത്ത് അത് നടപ്പാക്കുകയാണ് അള്ളാഹു. എന്നല്ലാതെ എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ കണക്ക് കൂട്ടലുകളൊന്നും ആ വലിയനും നബിയനും അത് പറയാൻ സാധിക്കണമെന്നില്ല. ഫലാ യഹ്സുറു മുഅ്ജിസാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമാനുഷികാത്ഭുതങ്ങളെ ക്ലിപ്തമാക്കാൻ കഴിയൂല. അൽഫുൻ, ആയിരത്തിന്, ആയിരം, ഔ അൽഫാൻ, അല്ലെങ്കിൽ 2000-ങ്ങൾ. ആയിരമോ 2000-ങ്ങളോ അനേകായിരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസാത്തുകളുണ്ട്. 1000-ലോ 2000-ലോ ഒതുങ്ങുന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകൾ. വഅബ്റസു മുഅ്ജിസാത്തിർ റുസുലി, മുമ്പ് കഴിഞ്ഞു പോയ ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള അംബിയ മുർസലീങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ ഏറ്റവും പ്രകടമായ മുഅ്ജിസാത്തുകൾ ഇൻഖലത്ത് ബിൻഖിലാഇൽ അവാൻ, അവരുടെ കാലം കഴിഞ്ഞപ്പോൾ ആ മുഅ്ജിസത്തും കഴിയുകയുണ്ടായി. ഇന്ന് നമുക്ക് നമ്മുടെ കാഴ്ചയിൽ ആ മുഅ്ജിസത്ത് കാണാൻ കഴിയില്ല. നമുക്ക് കേട്ടറിവുണ്ട്, വിശുദ്ധ ഖുർആനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി, അത് വലിയ മുഅ്ജിസത്താണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നീൽ നദിയിൽ ആ വടി കൊണ്ട് അങ്ങ് അടിച്ചപ്പോൾ 2 പിളർപ്പായി നിന്നു. ഇങ്ങനെ പല അത്ഭുതങ്ങളും കാണിച്ച വടിയാണ്. പക്ഷെ ആ വടി നമുക്ക് കാണാനില്ല. വടി ഇന്ന് ആരുടെ കയ്യിലും അതില്ല. ആ വടി കൊണ്ട് ആരും മുഅ്ജിസത്ത് പ്രകടാക്കണമില്ല. അതുപോലെ മുമ്പ് കഴിഞ്ഞു പോയ ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തായിരുന്നു. തീരെ ജനിക്കുമ്പോഴേ കണ്ണ് കാണാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിനൊന്ന് തടവിയാൽ ആ വ്യക്തിക്ക് കാഴ്ച തിരിച്ചു കിട്ടും. വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം അതൊക്കെ പെട്ടെന്ന് സുഖപ്പെടുത്തും. മരിച്ചു പോയപോലെ ഇഹ്യാ ചെയ്യുക, പ്രകടം. അത് ഈസാ നബി അലൈഹി സ്വലാം വഫാത്താലോടുകൂടെ ഇനിയിപ്പോൾ അത് പ്രകടമാക്കാൻ ആളില്ല. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്ത് എല്ലാം തീർന്നു എന്നല്ല പറഞ്ഞത്. ആ കാണിച്ച മുഅ്ജിസത്തുകൾ അതുപോലെ കാണിക്കാൻ ഇന്ന് ഈസാ നബി ഇല്ലല്ലോ. ഈസാ നബി മരിച്ചിട്ടുണ്ട് എന്നല്ല, ഈസാ നബി വഫാത്തായിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാം ഇൻഷാ അല്ലാഹ് ഇനി വരുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാം അതൊരു കറാമത്തായി പ്രകടാക്കും. അതുപോലത്തെ ചില സംഗതികളൊക്കെ ഈസാ നബി അലൈഹി സ്വലാം കറാമത്തായി പ്രകടാക്കുമായിരിക്കും. കാരണം ഈസാ നബി അലൈഹി സ്വലാം വരുമ്പോൾ വീണ്ടും നബിയായിട്ടല്ല വരുന്നത്. ഈസാ നബി അലൈഹി സ്വലാം വരുമ്പോൾ ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം അടക്കമുള്ള എല്ലാ അംബിയ മുർസലീങ്ങളുടെയും അവർക്ക് നൽകപ്പെട്ട വലിയ മുഅ്ജിസാത്തുകൾ അത് അവരുടെ കാലം കഴിഞ്ഞപ്പോൾ ആ മുഅ്ജിസാത്തുകൾ അപ്രത്യക്ഷമായി. പക്ഷേ ആ മുഅ്ജിസാത്തുകൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പല പ്രവാചകന്മാരെ കുറിച്ചും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ
നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്ത് അങ്ങനെയല്ല. വഅബ്റസു മുഅ്ജിസാത്തി റുസുലി, മുൻ കഴിഞ്ഞു പോയ മുർസലീങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ ഏറ്റവും പ്രകടമായ വലിയ മുഅ്ജിസാത്ത് ഇൻഖലത്ത് മിൻഖിലാഇല്ലവാൻ, ആ കാലം കഴിഞ്ഞപ്പോൾ അത് തീർന്നു. ലം യബ്ഖ ലഹാ വുജൂദുൻ, ആ പ്രകടമായ മുഅ്ജിസത്തിനിക്ക് ഉണ്മയില്ല, ശേഷിപ്പില്ല. ഇല്ലാ ഫിൽ ഖുർആൻ, ഖുർആനിലല്ലാതെ, വല്ലിസാനി, ചരിത്രങ്ങളിലൂടെയും അല്ലാതെ, ജനങ്ങൾ നാവിലൂടെ പറഞ്ഞു വരുന്നുണ്ട് എന്നല്ലാതെ അതിന്ന് കാണാനില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം അംബിയ മുർസലീങ്ങൾ ആദം നബി അലൈഹി സ്വലാം മുതൽ ഈസാ നബി വരെ ഉള്ള അംബിയ മുർസലീങ്ങൾ മുഅ്ജിസത്തൊന്നും അവരുടെ വഫാത്തിന് ശേഷം ഇല്ല എന്നല്ല. വഫാത്തിന് ശേഷവും ഇബ്രാഹിം നബിയുടെ അടുത്ത് ചെന്ന് ദുആ ചെയ്താൽ ചിലപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്ത് പ്രകടമാകും അവിടുന്ന്. അതുപോലെ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് ചെന്ന് ദുആ ചെയ്താൽ, ആദം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് നിന്ന് ദുആ ചെയ്താൽ, ഇനി അവിടുത്തെ ചെല്ലണമെന്നില്ല, അവരുടെ മേലിൽ നമ്മൾ അവർക്ക് ഹദിയ നൽകി ഫാത്തിഹ യാസീനൊക്കെ ഹദിയ ഇവിടുന്ന് ദുആ ചെയ്താലും ആ അസുഖം സുഖപ്പെടുക അതൊരു മുഅ്ജിസത്താണ്. മരണശേഷം ആ മുഅ്ജിസത്ത് നിലനിൽക്കുന്നുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ നൽകപ്പെട്ട ഏറ്റവും വലിയ അറിയപ്പെട്ട മുഅ്ജിസത്ത് അത് അവസാനിച്ചു. എന്നാൽ നമ്മുടെ നബിക്ക് നൽകപ്പെട്ട ഏറ്റവും അറിയപ്പെട്ട പ്രകടമായ മുഅ്ജിസത്ത് അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവലോടുകൂടെ അത് അവസാനിച്ചു എന്ന് പറയാൻ പറ്റൂല. അത് ലോകാന്ത്യം വരെ ആ മുഅ്ജിസത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞതിനർത്ഥം വിശുദ്ധ ഖുർആനല്ലാത്ത എല്ലാ മുഅ്ജിസത്തും നബി തങ്ങൾ വഫാത്താവലോടുകൂടെ കഴിഞ്ഞു. വഫാത്തിന് ശേഷം പിന്നെ ഖുർആൻ എന്ന മുഅ്ജിസത്ത് മാത്രമേ ഉള്ളൂ എന്നല്ല, മറ്റുള്ള അമ്പിയാക്കന്മാരെ പറ്റി പറഞ്ഞതുപോലെ തന്നെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്താണ് കോടാനുകോടി വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്തിഗാസ ചെയ്ത ആളുകൾക്ക് അക്കാലം മുതൽ ഇക്കാലം വരെ അത് ലഭിക്കുന്നുണ്ട്. സലഫു സ്വാലിഹീങ്ങളിൽപ്പെട്ട കിതാബുകളിൽ എത്ര രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ. സലഫു സ്വാലിഹീങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വെച്ചിട്ട് നബി അൽ ജൂ എന്ന് പറയുമ്പോൾ, ഖബറിൻ്റെ അടുത്ത് അൽ ജൂ എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇദ്ദേഹത്തിനുള്ള ഭക്ഷണം കൊടുക്കാൻ തോന്നിപ്പിച്ചു കൊടുത്തത്, അദ്ദേഹം ഭക്ഷണം കൊടുത്തത്. കടം വീടാൻ നബി തങ്ങളോട് ചെന്ന് പറഞ്ഞു ദയൂനിയ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ആ വ്യക്തിൻ്റെ അടുത്ത് പണക്കിഴി കൊണ്ടുകൊടുത്ത് ആ വ്യക്തിക്ക് ആവശ്യമായ എത്രയാണോ കടമുള്ളത് ആ കടം വീട്ടാനുള്ള തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തതായിട്ടൊക്കെ എത്രയോ സംഭവങ്ങൾ. നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്യുന്ന, സഹായം തേടുന്ന ആളുകൾക്ക് സഹായം ലഭിച്ചത് ധാരാളം കാര്യങ്ങൾ സലഫു സ്വാലിഹീങ്ങളുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നബി തങ്ങളുടെ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ ഖുർആൻ മാത്രമാണ് മുഅ്ജിസത്ത് എന്നല്ല ഈ പറയുന്നത്. നബി തങ്ങളുടെ മുഅ്ജിസാത്തിൽ വെച്ച് ഏറ്റവും പ്രകടമായ മുഅ്ജിസത്ത് അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അതിപ്പോൾ നിലനിൽക്കുന്നില്ല. മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർക്കും ആദം നബി അലൈഹി ഇസ്ലാം മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കന്മാർക്കുമുള്ള മുഅ്ജിസാത്തുകൾ മരണശേഷവും നിലനിൽക്കുന്ന ചില മുഅ്ജിസാത്തുകളുണ്ട്. അവരെ കൊണ്ട് സഹായം തേടിയവർക്ക് അവരെ സഹായിക്കുക എന്നുള്ള ആ മുഅ്ജിസത്ത് അത് മറ്റുള്ള അമ്പിയാക്കന്മാർക്കും അവശേഷിക്കുന്നു, നമ്മുടെ നബിക്കും അവശേഷിക്കുന്നു. ഇവിടെ പരസ്പരം കിതാബുകളിൽ തുലനം ചെയ്യുന്നത് മുൻ കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തും നമ്മുടെ നബിക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ മുഅ്ജിസത്തുമാണ്. അത് നമ്മുടെ നബിക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ മുഅ്ജിസത്ത് ലോകാന്ത്യം വരെ അത് നിലനിൽക്കുന്നു. മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ മുഅ്ജിസത്ത് അവരുടെ വഫാത്തോടുകൂടെ അത് നിലനിൽക്കുന്നില്ല. ഇതാണ് പറയുന്നത്. ചിലർ ഇതിൽ മനസ്സിലാക്കി, ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കി നമ്മുടെ നബിക്ക് നൽകപ്പെട്ട മുഅ്ജിസത്ത് ആകെ നിലനിൽക്കുന്നത് ഈ ഒരു ഖുർആനുള്ള വാക്കുള്ളതൊക്കെ അവസാനിച്ചു. അതിവിടെ പറഞ്ഞിട്ടില്ല, അതാരും പറഞ്ഞിട്ടില്ല. അതൊരൊറ്റ കിതാബിലും ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. വഅബ്റസു മുഅ്ജിസാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തിൽ വെച്ച് ഏറ്റവും പ്രകടമായത് കലാമുഹു തആല, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ കലാമാണ്. അൽ ഫുർഖാൻ, ഖുർആൻ്റെ മറ്റൊരു പേരാണ് ഫുർഖാനാണ്, ഫുർഖാനുൽ അലീം. വഹുവ ബാഖിൻ ഇലാ ആഖിരി സമാൻ, അത് ലോകാന്ത്യം വരെ നിലനിൽക്കുന്നതാണ്. കാരണം എന്താ മറ്റുള്ള അമ്പിയാക്കന്മാരുടെ അത് കാലഹരണപ്പെട്ടത്, അത് അവരൊന്നും ലോകാന്ത്യം വരെയുള്ള ലോകാന്ത്യം വരെ വരാൻ ഉള്ള പ്രവാചകന്മാരല്ല.
ഈസാ നബി അലൈഹി സ്വലാം ലോകാന്ത്യം വരെയുള്ള പ്രവാചകനല്ല. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രവാചകത്വത്തിൻ്റെ കാലയളവ് കഴിഞ്ഞു. നമ്മുടെ നബി ലോകാന്ത്യം വരെ വരാനിരിക്കുന്ന സൃഷ്ടികളിലേക്കുള്ള പ്രവാചകനായതുകൊണ്ട് അവിടുത്തെ മുഅ്ജിസത്ത് ലോകാന്ത്യം വരെ നിലനിൽക്കണം. കൈഫല, എങ്ങനെ അങ്ങനെ അല്ലാതിരിക്കും. വഹുവ നബിയുൻ, നമ്മുടെ നബി നബിയാണ്. ഉർസുലൈല കാഫത്തുൽ ഖൽഖി, സർവ്വ സൃഷ്ടികളിലേക്കും നൽകപ്പെട്ട് ഈ അയക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട പ്രവാചകരാണ്. ഫി കുല്ലിൽ അസ്മാൻ, എക്കാലത്തും, കഴിഞ്ഞു പോയ കാലോ വരാനിരിക്കുന്ന കാലോ എക്കാലത്തുമുള്ള സർവ്വ സൃഷ്ടികളിലേക്കുമുള്ള നിയോഗിക്കപ്പെട്ട പ്രവാചകരല്ലേ. അതുകൊണ്ട് ആ പ്രവാചകരുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് സർവകാലത്തും നിലനിൽക്കേണ്ടതുമില്ലേ, ഉണ്ട്. അതാണ് പറഞ്ഞത്. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.